നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. പുതുവർഷത്തിൽ എല്ലാവർക്കും എങ്ങനെയുണ്ടാകുമെന്നുള്ള ആകാംക്ഷപൂർണമായിട്ടുള്ള കാത്തിരിപ്പാണ്. പുതുവർഷം എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ള വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് അവതരിപ്പിക്കുന്നത് തിരുവോണ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലമാണ്. 12 രാശിക്കൂറുകാരുടെയും പ്രത്യേകം വിശദമായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിനുശേഷം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം അശ്വതി മുതൽ ഉത്രാടം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങളെ അവതരിപ്പിച്ചു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് പുതുവർഷം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. രോഗ ദുരിതങ്ങൾ മൂലം വിഷമിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ തിരുവോണ നക്ഷത്രക്കാർക്ക് വർദ്ധിക്കുന്നതാണ്. മനസ്സിന് സ്വസ്ഥത കുറവൊക്കെ ഉണ്ടായിരുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് അതെല്ലാം മാറി സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. ഔദ്യോഗികപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന വർഷമാണ്. എന്നാൽ വരവും ചെലവുമൊക്കെ ഒത്തുപോകാനുള്ള കരുതലെടുക്കേണ്ടതാണ്. ചെലവ്, അനാവശ്യമായിട്ടുള്ള ചെലവുകളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വരവും ചെലവും കൃത്യമാക്കി സൂക്ഷിച്ച് ചെലവാക്കുക. ഇഷ്ടപ്പെട്ട തൊഴിലുകളൊക്കെ ലഭിക്കുന്നതും അതിലൊക്കെ ഏർപ്പെടാൻ സാഹചര്യം ഒരുങ്ങുന്നതുമാണ്. അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങളും ജാമ്യം നിൽക്കുക പോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ട വർഷമാണ്. അതായത് എല്ലാ കാര്യത്തിലും പൊതുവെ ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് അനുകൂല കാലമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് മികവ് പുലർത്താൻ സാധിക്കുന്നതാണ്. എന്നാൽ സാമ്പത്തികമായി ചില വിഷമതകളും ഉണ്ടായേക്കാം. മേലധികാരികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും ഒക്കെ അനുകൂലമായിട്ടുള്ള നടപടികളൊക്കെ ലഭിക്കാം. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഭൂമി വിൽപ്പനയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ സാഹചര്യമുണ്ട്. ഏജൻസി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് നല്ല ലാഭം ലഭിക്കുന്നതാണ്. സന്താനപരമായിട്ട് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് ജീവിത വിജയത്തിനായിട്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ്. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരാപുറവുകളൊക്കെ തുടങ്ങിയ വഴിപാടുകളും ഒക്കെ ചെയ്യാവുന്നതാണ്. ശിവ അഷ്ടോത്തര ശതനാമാവലിയൊക്കെ ജപിക്കുന്നതും വളരെ ഗുണഫലമാണ്. എല്ലാ തിരുവോണ നക്ഷത്രക്കാർക്കും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.